ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇന്നലെ ഇട്ട ഒരു വീഡിയോയുടെ ബാലൻസ് ആണ്. അതായത് ശ്രാവണം 2025 ഭാഗമായിട്ട് കേരള സമാജത്തിൽ നടന്ന പൂക്കള മത്സരത്തിൻ്റെ ഫൈനൽ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ റിസൾട്ട് അവരവിടെ ഓൺലൈനിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ റിസൾട്ട് എല്ലാം അനൗൺസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 10 പൂക്കളമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. ആദ്യത്തെ പൂക്കളത്തിൽ നിന്ന് കണ്ടതുപോലെ ഒരു തിരുവാതിരയുടെ തീരുമാനം മെൻഷൻ ചെയ്തിരുന്നത്. രണ്ടാമത്തെ അല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ചെസ് നമ്പർ 2 ആണ്. ഇതാണ് ചെസ് നമ്പർ 3. ഇതിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഇതിൻ്റെ സ്പെഷ്യലായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഇതിൻ്റെ 3D വ്യൂ ആയിരുന്നു. ഫോട്ടോയിൽ നമുക്കങ്ങനെ കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഇതിൻ്റെ വ്യൂ 3D വ്യൂ ആയിരുന്നു. ഓരോ സംഘടനകളുടെ പേരിൽ ആയിരുന്നു ഈ പൂക്കളങ്ങൾക്കുള്ള അറേഞ്ച് ചെയ്തത്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിന് ഒരുപാട് ക്രൈറ്റീരിയകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതായത് അവർക്ക് കൊടുത്ത ഡിസ്റ്റൻസിൽ ആ ഒരു ബോർഡിലാണ് അവർ പ്രിപ്പയർ ചെയ്തത്. ഇതിൻ്റെ ഡയമീറ്ററും കാര്യങ്ങളെല്ലാം. ഇതൊരു നല്ല പൂക്കളമായിരുന്നു, പക്ഷേ ഇതിൻ്റെ അകത്തെ ഡിസൈനിന് കുറച്ച് ക്ലാരിഫിക്കേഷൻ കുറവുണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് ചീര, ഒരു പൂക്കളത്തിന് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ചീരയാണ്. ചീര മീൻസ് ബ്ലാക്ക് കളറാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെസ് നമ്പർ 5 ആണ്. കണ്ടോ ആ ചീര ആ ഫാനിൻ്റെ ബോർഡറിൽ വന്നപ്പോൾ അതിൻ്റെ എടുപ്പ് കണ്ടോ. ഈ പൂക്കളത്തിനാണ്ടോ സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. ഇതിപ്പോൾ ജസ്റ്റ് അവിടെ അനൗൺസ് ചെയ്താണ്. അപ്പോൾ ഇതിനായിരുന്നു സെക്കൻഡ് പ്രൈസ്. എല്ലാ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഇത് ചെസ് നമ്പർ 6. ചെസ് നമ്പർ 6. ഇതിൻ്റെ ഈ കളറ് എൻ്റെ ബോർഡറും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ അകത്തെ കളർ കോമ്പിനേഷൻ ഒത്തിരി സെറ്റാവാത്ത പോലെ തോന്നി. ഇതിനകത്ത് റൗണ്ടിൽ കൊടുത്തിരിക്കുന്ന പല കളറിലുള്ള കോമ്പിനേഷൻ്റെ ഒരു മിസ്റ്റേക്കാണ് തോന്നുന്നു. ഒരു ക്ലാരിറ്റി ഇല്ലായ്മ തോന്നാൻ ഒരു പോരായ്മയായിട്ട് തോന്നിയതാ. പിന്നെ ഔട്ടർ ലൈനിൽ ആ ചീരയും റെഡും വൈറ്റും എല്ലാം കോമ്പോ അടിപൊളിയായിരുന്നു. അടിപൊളി ഫിനിഷിംഗ് ആയിരുന്നു. പിന്നെന്താ പറയുക, ഈ പൂക്കളങ്ങളൊക്കെ റെഡിയാക്കുന്ന ടൈം പീരീഡ് രാവിലെ 10 മണി തൊട്ട് 1 മണി വരെ ആയിരുന്നു. അതായത് 3 മണിക്കൂർ. ഇപ്പോൾ നമ്മൾ കാണുന്ന ചെസ് നമ്പർ 7, ഇതിനാണ് 3rd പ്രൈസ്. ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവായത് നേരത്തെ പറഞ്ഞ പോലെ ആ ചീരയുടെയും വൈറ്റിൻ്റെയും കോമ്പോയാണ്. ചെറിയ ചെറിയ കളങ്ങളിൽ നല്ല കളർ മിക്സ് അടിപൊളിയായത്. ഔട്ട്ലുക്ക് നോക്കിയേ എന്ത് ഭംഗിയാണ് നോക്കി, അടിപൊളിയല്ലേ. ഇതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് 3rd പ്രൈസ്. ഓക്കെ, ഇവിടുത്തെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പെർഫെക്റ്റ് ജഡ്ജ്മെൻ്റ് ആയിരുന്നു. അവിടെ വന്നിരുന്ന എല്ലാവരുടെ അഭിപ്രായം സെയിമൊക്കെ തന്നെയായിരുന്നു. ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ 3ക്കും 5ഉം 7ഉം തമ്മിലൊരു നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത് 3ഉം തന്നെയായിരുന്നു ബെസ്റ്റ് ഓഫ് ദ പൂക്കളം എന്ന് പറയുന്നത്. ഇത് ചെസ് നമ്പർ 8. എൻ്റെ അകത്തെ കളർ കണ്ടോ, നമ്മുടെ മെറൂണും അതുപോലെ തന്നെ ഇതെനിക്ക് നല്ല കളർ കോമ്പോ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല എന്താ പറയുക, ലൈറ്റ് ഷെയ്ഡായിട്ട് പോകുന്നൊരു ഫീലായിരുന്നു. ഇത് ചെസ് നമ്പർ 9 ആണ്. ഒരു രക്ഷയില്ലാത്ത പൂക്കളായിരുന്നു. പക്ഷേ ഇതിന് പ്രൈസൊന്നും കിട്ടിയില്ല. അത് അവരുടെ ക്രൈറ്റീരിയയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാകും. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് വ്യൂ എന്ന് പറയുന്നൊരു പ്രത്യേക വ്യൂ ആയിരുന്നു. ഇതൊരു സിമ്പിൾ ഡിസൈനായിരുന്നു. നല്ലൊരു കളർ കോമ്പോ. അവസാനത്തെ ആ ഒരു ഇത് വരുന്നില്ലേ, അവസാനത്തെ നല്ല ഫിനിഷിങ്ങിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ചെസ് നമ്പർ 10. അതിൻ്റെ തന്നെ ഒരു പൂക്കളത്തിൻ്റെ പുറത്ത് നമ്മുടെ മലയാളികളുടെ ട്രഡീഷണൽ ഐറ്റംസായ പല കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിരുന്നു. ഇവർ മാത്രമല്ല, എല്ലാവരും അറേഞ്ച് ചെയ്തിരുന്നു. ഇന്ന് ചിത്രയുടെ ഗാനമേള ചിത്രയുടെ ഗാനമേള ഉള്ളത് കൊണ്ട് അവർ ഹാള് ഒഴിവാക്കുകയായിരുന്നു. അപ്പോൾ ഇനി വരുന്നവർക്കൊക്കെ പൂക്കളം സമാജത്തിൻ്റെ പുറത്തുള്ള ഹാളിലാണ് അവർ അറേഞ്ച് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഈ ബോർഡിൽ അവർ സെറ്റ് ചെയ്തത്, ഇത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതൊരു ഓർഡറിൽ കൊണ്ടുവന്ന് അപ്പുറത്തുള്ള ഹാളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. ഇതിൻ്റെ ഓർഗനൈസേഷൻ കമ്മിറ്റി നല്ല കോർഡിനേഷനും കാര്യങ്ങളും 1, 2, 3 എല്ലാം. അത് സമാജത്തിന് എന്ത് പരിപാടി ആയിക്കോട്ടെ, അതിൻ്റെ ഓർഗനൈസേഷൻ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
അപ്പോൾ എല്ലാ പൂക്കളും അതിൻ്റെ ഓർഡർ ഇപ്പോൾ ടോപ്പ് എന്താ പറയുക നമ്മുടെ ചെസ് നമ്പർ അനുസരിച്ച് 1, 2, 3 ആയിട്ട് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കഥകളിയുടെ പൂക്കളും ഫസ്റ്റ്, സെക്കൻഡ്, ചെസ് നമ്പർ സെക്കൻഡ് ഇതായിരുന്നുണ്ട്. അവരിപ്പോൾ ഓൾറെഡി ഫസ്റ്റിൻ്റെ അവർ മെൻഷൻ ചെയ്ത് വെച്ചു. ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അതിനായിരുന്നു. ഇതിന് പ്രൈസൊന്നുമില്ല. ഇത് ഫോർത്ത്, ഇതിന് തേർഡ് പ്രൈസ്. ഇത് ഗുഡ് ഡിസിഷൻ. കളറിൻ്റെയാണ്. 6ന് പ്രൈസൊന്നുമില്ല. 7 ആണോ സെക്കൻഡ് പ്രൈസ്? 7, അതെ 7 സെക്കൻഡ് പ്രൈസ്. 8ന് പ്രൈസൊന്നുമില്ല. 9നും പ്രൈസില്ല. പക്ഷെ 9ത്തിൻ്റെ പൂക്കൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 10ത്തിൻ്റെ അതുപോലെ തന്നെ ഫൈനൽ ഔട്ട്പുട്ട് അടിപൊളി വ്യൂ ആയിരുന്നു. ആ ഷെയ്ഡ് വരുന്നുണ്ട്, കുറച്ച് കളർ ചേഞ്ചും കാര്യങ്ങളും വരുന്നത്. ഇതാണ് അപ്പോൾ ഫസ്റ്റ് കിട്ടിയ ആ പൂക്കളം 3D.